ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതാണ്. ബില്ലെടുക്കടി. കണ്ടോ, കാണുന്നുണ്ടോ? 1343 റെസ്റ്റോറന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ബില്ല് ഇതുപോലെ മടക്കി പിടിച്ചത്. 1343 രൂപയാണ് വന്നത്. വാവേ, നമ്മൾ എന്തെന്നാ കഴിച്ചത്? നമ്മള് കഴിച്ചത് രണ്ട് മീൽസ്, ഇലയിലൂണ് 2 മീൽസ് 150 രൂപ, 300 രൂപ. 2 നെയ്മീൻ ഫ്രൈ, 2 ഫിഷ് നെയ്മീൻ ഫ്രൈ ആണ്. അപ്പൊ ഗായ്സ് കണ്ടോ, ഇതാണ് ബില്ല്. റെസ്റ്റോറന്റ് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് മടക്കി പിടിച്ചത്. ഇതാണ് ഞങ്ങളുടെ ബില്ല്, ഞങ്ങൾ കഴിച്ചത്. ഇലയിലൂണ്, അതായത് മീൽസ് 2 മീൽസ്, ഒരെണ്ണത്തിന് 150 രൂപ, 2 എണ്ണം 300 രൂപ. നെയ്മീൻ ഫ്രൈ, 2 നെയ്മീൻ ഫ്രൈ, ഒരെണ്ണത്തിന് 450 രൂപ, 2 എണ്ണം 960 രൂപ. എന്തുവാണ് ഇവിടെ നടക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? നെയ്മീൻ ഫ്രൈ കൂട്ടൽ നിർത്തി. പക്ഷെ നെയ്മീൻ നമ്മുടെ നാട്ടിലുണ്ട്, കോഴിക്കോടൊക്കെ നെയ്മീൻ. പക്ഷെ ഒരു നെയ്മീൻ ഫ്രൈക്ക് 200 രൂപ വരെയുള്ള നെയ്മീൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. 450 രൂപയുള്ള നെയ്മീൻ ഞാൻ സത്യം പറയല്ല, ഫസ്റ്റ് ടൈം കഴിക്കാണ്. ബില്ല് കണ്ട് ഞാൻ കൈ കഴുകി വരുമ്പോ ബില്ല് ക്ലോസ് ചെയ്തിട്ട് വാവുണ്ട് ബില്ലും പിടിച്ച് ഈ നെയ്മീൻ പിടിച്ചിട്ട് ബില്ലും പിടിച്ചിട്ട് ഇത് അത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചതിക്കാത്ത ചന്തൂല് ജയസൂര്യന്റെ ഒരു ഡയലോഗ് ഉണ്ട്, സൂക്ഷിച്ചു കഴിച്ചോട്ടോ നല്ല ബില്ല് വരുന്നു. അതാണ് വാവേന്റെ ഫേസിൽ വന്നത്. സത്യമായിട്ടും ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പൊ ഒരു സാധാരണ ഒരാള്, നമ്മളിപ്പോ സാധാരണ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കണതല്ല, ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നൊക്കെ സാധാ ഊണൊക്കെ കഴിക്കണം. നെയ്മീൻ ഫ്രൈ ഒക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇതേപോലത്തെ ഒരു ഹോട്ടലിൽ കേറിയിട്ട് 2 ഊണ്, ഊണിനൊക്കെ ഓക്കെ, ഇപ്പൊ റേറ്റ് കൂടുതൽ 300 രൂപയൊക്കെ ഓക്കെയാണ്. 1343 രൂപ. ഇതേപോലെ വല്ല മീന് കഴിക്കണമെങ്കിൽ നെയ്മീൻ ഫ്രൈ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പണിപ്പാളും. അവിടുത്തെ പാത്രം കഴിക്കിട്ടേ വരേണ്ടി വരുള്ളൂ നമുക്ക്. അമ്മ അതിൽ സൂക്ഷിച്ചോ. ഇനി മീൻ റേറ്റ് കൂടിയിട്ടായിരിക്കും ചിലപ്പോ. പക്ഷെ 450 ബില്ല് വന്നപ്പോ 1347 രൂപ. ഇത്ര മീനിന്റെ ഉള്ളിൽ വല്ല ഗോൾഡ് ഉണ്ടോ? സാധാ മീനാട്ടോ, ഒരു വെറൈറ്റി ഒന്നുമില്ല. ജസ്റ്റ് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട്, വെന്തിട്ടില്ല. പിന്നെ മസാല ആകെ പെരിഞ്ചീരൊക്കെ കൂടിയിട്ട് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോ നിങ്ങൾ ആര് കഴിക്കാൻ പകുതിയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഈ ബില്ല് കണ്ടപ്പോ എനിക്ക് കഴിക്കണോ അന്തം വിട്ടുപോയി. വയറ് നിറയും ചെയ്തു. കഴിക്കാതിരുന്ന് ഞാൻ ഇത്രയും പൈസ കൊടുക്കുകയും ചെയ്തു. ആകെ ഒരു നേരത്തെ ഫുഡ് എന്തായാലും ഇത് കുറച്ച് ഓവറാണ്. കുറച്ച് ഓവറല്ല, നല്ല ഓവറാണ്. നല്ല ഓവറായി പോയി. അപ്പൊ എല്ലാരും ഒന്ന് സൂക്ഷിച്ചു കണ്ട് കഴിച്ചോ. അല്ല എല്ലാരോടും കൂടി അല്ല, ജസ്റ്റ് നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ നോക്കി കണ്ട് കഴിക്കണവരും ഓക്കെ. നമ്മള് സ്ഥിരം കഴിക്കണത് കാരണം. പക്ഷെ അവിടെ മെനു ബുക്ക് ഒന്നും ഇല്ല കേട്ടോ. അവര് ജസ്റ്റ് നന്നായിരുന്നു. പക്ഷെ നമ്മള് പെട്ടെന്ന് മീൽസ് ആണ് വേണ്ടത്. പണ്ട് ആദ്യം റെസ്റ്റോറന്റിൽ പോയായിരുന്നു, അപ്പൊ അവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നതാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് മോൾക്ക് വിശക്കുന്ന കാരണം ഞങ്ങൾ പെട്ടെന്ന് മീൽസ് ഓർഡർ ചെയ്തു. ഫിഷ് വേണോ ചോദിച്ചപ്പോ ഞങ്ങൾ നെയ്മീൻ ഫ്രൈ, പിന്നെന്താ അയില ഉണ്ടായിരുന്നു. പിന്നെ അതല്ല, ഒരു നെയ്മീൻ ഫ്രൈക്ക് 480, അയിലേക്ക് എത്ര ഉണ്ടാവും? 200? എനിക്കറിയില്ല. എന്തായാലും കുറച്ച് റേറ്റ് ഓവറാണ് ഗൈസ്. എന്തായാലും റെസ്റ്റോറന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ജസ്റ്റ് നിങ്ങളായിട്ട് പറഞ്ഞതായിരുന്നു, ഷെയർ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ, എന്താണ് അഭിപ്രായം. ഈ ബില്ല് എന്തായാലും ഞാൻ സൂക്ഷിച്ചു നോക്കും ഗൈസ്, ഫ്രെയിം ചെയ്ത് നോക്കൂ. അത് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ഓക്കെ, മന്തി, അൽഫാം, ഷവായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞങ്ങളൊരു 5-6 ആളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ബില്ല് വന്ന് ഓക്കെ. ഇത് ഞങ്ങൾ 2 പേര് 2 ഊണ് 2 നെയ്മീൻ ഫ്രൈ 1343 രൂപ. ഒരു സിനിമയ്ക്ക് പോയി ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾക്ക് വേറെ 500 രൂപ ചെലവ് വരുള്ളൂ. 500 അല്ല. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങളുടെ കമന്റ് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമന്റും അതിൻ്റെതായ വിലയിൽ ഞങ്ങൾ എടുക്കും. ഓക്കെ, താങ്ക് യു, ബൈ.